നമ്മളൊരു ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത് 60 വർഷത്തേക്ക് മുമ്പേ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. എൻ്റെയൊക്കെ കൊച്ചുനാളിൽ വച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഇന്ന് ഇതിൽ വയ്ക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതെല്ലാം കൂടി വിരടി നമ്മൾ വെച്ച് വേവിക്കും. വേവിച്ചതിന് ശേഷം വെന്ത് ഒന്ന് ഇതായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഉള്ളിയെല്ലാം അതിൽ ചേർക്കണം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെച്ചിട്ടുണ്ട്, കരിവേപ്പിലയും മുളക്, പിന്നെ മസാലകൾ പിന്നെ ഇടും. 60 വർഷത്തിന് മുമ്പേ ഉള്ളതാണ്, ഇപ്പോഴത്തെ രീതിയല്ല. അതാണ് ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വയ്ക്കുമായിരുന്നു. ആ രീതിയാണ്. നല്ല നാടൻ കോഴി, നല്ല നെയ്യുള്ള കോഴിയാണ്. പിന്നെ പ്രത്യേകിച്ച് വലിയ എണ്ണയൊന്നും വേണ്ട. അതാണ് നല്ല തിളച്ച് ഒരു ഇതായിട്ടുണ്ട്. ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റാണ് ഇട്ടത്. അടുത്ത് ഞാൻ ഇതിൻ്റെ കൂടി എന്തിടണമെന്ന് വെച്ചാൽ എന്താ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും സവാളയും കൂടിയാണ് ഇടുന്നത്. ഇപ്പോഴുള്ള ഇപ്പോഴത്തെ കാലത്തെ എല്ലാം ആണ് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ഇതിന് കുറച്ച് 2 പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇത് ഇടാനേ. എന്നിട്ട് കൊടുക്കും. ഇത് ഏകദേശം ആയി വരുമ്പോഴേ മസാലകൾ ചേർക്കോളേ. ഉള്ളിയെല്ലാം കൂടി ഇതിൽ കിടന്നിങ്ങനെ വേവേനെ. കുറച്ചുകൂടി കഴിഞ്ഞാൽ മറ്റു മസാലകൾ ചേർക്കും. ഇത് 60 വർഷത്തേക്ക് മുമ്പേ ഉള്ളതാണ്. ഒരു പൊടി എണ്ണ പോലും ഈ ചിക്കനിൽ ചേർത്തിട്ടില്ല. അത്രയ്ക്ക് നെയ്യുള്ള കോഴിയാണ്, നല്ല നാടൻ കോഴിയാണ്. ഈ നെയ്യാണ് ഈ തെളിഞ്ഞ് നിൽക്കുന്നത്. ഒരു വെള്ളവും ചേർത്ത് വെള്ളം എന്താ ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. ഇതിൽ ചൂടുവെള്ളം ഉപയോഗിക്കാവൂ, പച്ചവെള്ളം ഉപയോഗിച്ചില്ല. ഇതൊന്നും ഇതായതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കും. മസാല ഒക്കെ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ 2 സ്പൂണ് മുളക് പൊടി, 2.5 സ്പൂണ് മല്ലി, ചിക്കൻ മസാലപ്പൊടി, അല്ലാതെ മസാലക്കൂട്ട്, കുരുമുളക്, ഇതെല്ലാം കൂടി ചേർത്തതാണ് ഇതിലിടാൻ പോണത്. ഏകദേശം ആയി. ഇനി ഇതിൽ കിടന്ന് വെന്തു ഇതെല്ലാം കൂടി ഇട്ട് അത് കിടന്ന് ഒരു അരമണിക്കൂറിന് വെള്ളം കിടക്കും. അപ്പോൾ എല്ലാം വെന്ത്. ഇത് 60 വർഷത്തേക്ക് മുമ്പേ ഉള്ളതാണ് ഈ ചിക്കൻ കറി. അതാണ് ഇങ്ങനെ ആരും കണ്ടിരിക്കില്ല, ഇപ്പോൾ ഉള്ളവരാരും. അതാണ് ഞാൻ വയ്ക്കണത് കേട്ടോ. ഭയങ്കര നെയ്യാണ്, ഭയങ്കര നെയ്യാണ്. നാടൻ കോഴിയാണ്, അതാണ് ഈ നെയ്യ്. ബ്രോയിലൊക്കെ വേറെ ഒന്നുമല്ല, നാടൻ ചിക്കൻ. ചിക്കനെല്ലാം വെന്തേ ഞാൻ കാണിച്ച് തരട്ടെ. നല്ല നെയ്യാണ്, നെയ്യും എന്താ നെയ്യാണ് ഈ ഒഴുകുന്നത്, വെള്ളമല്ല. നല്ല വരട്ടിയാണ് എടുത്തേക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നാടൻ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടാ. പഴയ കാലത്തതാണ്. അതിന് നമുക്ക് എണ്ണയൊന്നും ശകലം പോലും ഉപയോഗിക്കണ്ട. അങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. നല്ല റെഡിയായി, നല്ല ടേസ്റ്റാണ് ഇത്. വെച്ച് കഴിച്ച് നോക്കണം. ഞങ്ങളെയൊക്കെ കൊച്ചിനെ കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് കഴിച്ചിട്ടില്ല. ഇപ്പോഴത്തെ രീതി വേറെ അന്ന് വെച്ച രീതി. അപ്പോൾ അതാണ് നല്ല നാടൻ കോഴി കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചൊന്ന് നോക്കിയതാണ്. ശരി, നോക്കിയത് എല്ലാവരും വെച്ച് നോക്കണം, വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. ഇതുപോലെ നല്ല നാടൻ കോഴി എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. നല്ല നെയ്യ് വെച്ച് നാടൻ കോഴി.